8 വർഷമായിട്ടും പണി തീരാത്ത ഒരു റോഡുണ്ട് തിരുവനന്തപുരം കഴക്കൂട്ടത്ത്. അരശുമൂട് കുഴിവിള റോഡ്. സീവേജ് പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡിലൂടെ ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കരാറുകാരുടെ മെല്ലെപ്പോക്കും തലതിരിഞ്ഞ ആസൂത്രണവുമാണ് റോഡ് പണി വൈകാൻ കാരണം എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ടെക് കമ്പനികളുടെയും റിയൽ എസ്റ്റേറ്റിന്റെയും തലയെടുപ്പോടെ നിൽക്കുന്ന കഴക്കൂട്ടം നഗരം. അനുദിനം വളരുന്ന കഴക്കൂട്ടത്തിന്റെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ 2017 സർക്കാർ ഒരു ഉപായം കണ്ടെത്തി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 110 കോടി രൂപയുടെ പ്രോജക്റ്റ്. മുട്ടത്തറയിൽ നിന്ന് കഴക്കൂട്ടം വരെ സീവേജ് പൈപ്പ് ലൈൻ. അന്ന് വെട്ടിപ്പൊളിക്കാൻ തുടങ്ങിയതാണ് അരശുമൂട് മുതൽ കുഴിവിള വരെയുള്ള 2.5 കിലോമീറ്റർ റോഡ്. പകുതി വഴിയിലിട്ടും വീണ്ടും തുടർന്നുമുള്ള പൈപ്പിടൽ ഇന്നും പൂർത്തിയായിട്ടില്ല. ബസ് ഓടിയിരുന്ന റോഡിലിപ്പോൾ ഓട്ടോ വിളിച്ചാൽ പോലും പകുതി വഴി വരെ എത്തും. ഇത് അവിടുന്ന് ഇവിടം വരെ എങ്ങനെയെങ്കിലും നടന്നെങ്കിലും പോവാം. ഇതൊക്കെ വല്ല സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അവർക്കല്ലേ പാട്. അതുകൊണ്ട് ഇവിടം വരെ മാത്രം വരാൻ പറഞ്ഞതാണ്. ഇനി കുഴിക്കാൻ സ്ഥലമില്ല. ഓരോരുത്തർ വരും, കുഴിക്കും, പിന്നെ വേറെ ഒരാൾ കോൺട്രാക്ട് എടുക്കും, പിന്നെ പറയും ഈ കുഴി വേണ്ട, വേറെ കുഴി വേണം. അങ്ങനെ കുഴിച്ച് ഇപ്പോൾ ഈ റോഡ് എല്ലാം കുഴി തന്നെയാണ്. നാട്ടുകാരനായ ലാലു 20 വർഷമായി ഓട്ടോ ഓടിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റോഡിലെ കുഴിയിൽ വീണ് ലാലുവിന്റെ മകന് പരിക്കേറ്റിരുന്നു. ഇതോടെ ലാലുവും നാട്ടുകാരും ചേർന്ന് ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി സമരം തുടങ്ങി. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിശോധനയോ അങ്ങനെ ഒന്നും ഇല്ലാതെ തുടങ്ങിയ പണിയാണ്. അപ്പോൾ ഇത് ഒരു കിണർ ഈ സൈഡിൽ കുഴി എടുത്തിട്ട് ഇപ്പോൾ ഇത് മൂടിയിട്ട് വീണ്ടും അടുത്ത പുതിയ കരാറുകാർ വന്നപ്പോഴത്തേക്ക് അവർ പുതിയ കുഴിയെടുത്തു. പഴയ കുഴി മൂടുന്നില്ല. കോർപ്പറേഷൻ പൈപ്പ് ഇവരുടെ പണി കാരണം കോർപ്പറേഷനിൻ്റെ പൈപ്പുകൾ മിക്ക ദിവസവും പൊട്ടും. വണ്ടി ഓട്ടിക്കുന്ന പറഞ്ഞാൽ വണ്ടി പണി ചെയ്യാൻ വർഷാപ്പിൽ കൊടുക്കാനേ ഉള്ളൂ. MLA കടകംപള്ളി സുരേന്ദ്രനെ കണ്ട് പ്രശ്നം പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല. ഗതികെട്ട് റോഡിന്റെ ചരമവാർഷികം വരെ ആചരിച്ചു. 8 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു റോഡിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ റോഡിൻ്റെ മരണവാർഷികം ആചരിക്കുകയും നാട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി കഞ്ഞി വീഴ്ത്ത് നൽകുകയും ചെയ്തു. ഗതികെട്ടാൽ നാട്ടുകാർ പിന്നെ എന്തു ചെയ്യാൻ പറ്റും? നേരത്തെ കരാറെടുത്ത 2 പേർ പദ്ധതി പാതി വഴിയിലാക്കി മുങ്ങിയിരുന്നു. പുതിയ കരാറുകാരൻ പണി തുടങ്ങിയെങ്കിലും കാര്യമായ ഒരു പുരോഗതിയുമില്ല. നാട്ടുകാരുടെ ദുരിതം മാത്രം ബാക്കി. തിരുവനന്തപുരത്ത് നിന്നും വിപിൻ വേളിക്കൊപ്പം അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നമെന്ന് നേരത്തെ ആ പ്രതികരണത്തിൽ നമ്മൾ കേട്ടതാണ്. 8 വർഷത്തിനുള്ളിൽ നിരവധി കരാറുകാർ വന്ന് റോഡ് പൊളിച്ചിട്ടു എന്നതല്ലാതെ നാട്ടുകാർക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. പ്രതികരണത്തിലേക്ക്. പക്ഷേ ഇവിടെ ഈ പണി തുടങ്ങിയിട്ട് 8 വർഷമായി. അപ്പം ഓരോ വർഷവും ഓരോ ഇലക്ഷൻ വരുമ്പോഴും മറ്റ് അമ്പലങ്ങളിലെ ഉത്സവം വരുമ്പോഴും MLA വരാറുണ്ട്. വന്ന് അവിടെ നിന്ന് ഇതുവരെ നടന്ന് എല്ലാവരെയും കൂട്ടി ആൾക്കാരുടെ പറയുന്നുണ്ട് ഇപ്പോൾ ശരിയാവും, അല്ലെങ്കിൽ ഒരു 3 മാസത്തിനകം ശരിയാവും എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം അത് കേട്ട് വിശ്വസിച്ച് ആരും ഒന്നും മിണ്ടില്ല. ഇന്നത്തെ കാലത്ത് ആർക്കും ഇറങ്ങി വരാനുള്ള ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ ആർക്കും സമയമില്ല. ലാസ്റ്റ് 10:30 ഈസ്റ്റ് പോർട്ടിൽ നിന്ന് വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ 5:10 തിരിച്ചു പോകുന്നൊരു കുഴിയുള്ള ബസ്സുണ്ടായിരുന്നു. ആ ബസ് പോലും ഇപ്പോൾ കാണാനില്ല. കാരണം എന്ന് വെച്ചാൽ റോഡ് പല പ്രാവശ്യം ബസ് ഇവിടെ വന്നിട്ട് അവിടെ കുഴിയിൽ വീണ് താഴുകയും പിന്നെ സ്ക്രീൻ കൊണ്ടുവന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെയുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ഒരുമിച്ച് കഴിയുമ്പോഴാണ് ഈ രാഷ്ട്രീയക്കാർക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം വേറെ ആരെങ്കിലും, അതായത് എതിർ കക്ഷികളാരെങ്കിലും ഇതിന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ എതിരിടാൻ വേണ്ടി ഒരുപാട് ആയുധങ്ങൾ അവരായിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ജനങ്ങളെല്ലാം കൂടെ ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന് രക്ഷയില്ലാന്ന് മനസ്സിലായപ്പോൾ അവർ ചെറിയ രീതിയിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട്. മഴ വരില്ല. മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ തമ്പരാമുക്കിൽ മാത്രമേ വരുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഇത് അരശുമൂട് കുഴിവിള റോഡെന്നാണ് ഇത് പറയണത്. ഇങ്ങോട്ട് ഓടാൻ പറ്റില്ല. ഇവരെ പോലുള്ളവരൊക്കെ നേരെ പിന്നെ അങ്ങ് വരും. ഇത് ഇന്നാവും നാളെയാവും മറ്റന്നാളാവും എന്ന് പറഞ്ഞ് ഇത് കൂടുന്നില്ലാതെ ഇതിന് യാതൊരു പോംവഴിയും കാണുന്നില്ല. ഇതാര് കേൾക്കാനാ? ആരും കേൾക്കുന്നുമില്ല. വളരെ പ്രയാസമാണ്. അപ്പോൾ 8 വർഷമായ റോഡ് അങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ ഇടപെടൽ അനിവാര്യമാണ്. അതാരാണോ ആ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടത്, ആ ഇടപെടൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്.